JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വാരഫലമാണ്, ആഴ്ചഫലം. അതായത് വൃശ്ചികം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് നവംബർ 23 മുതൽ ഡിസംബർ 1-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ 12 രാശിക്കാരുടെയും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെയും ശുഭാശുഭ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും അടങ്ങുന്നതാണ് മേടൻ രാശി. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്നുള്ള ഗുണം കുറയും. സർക്കാർ സംബന്ധമായ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായി ചില നടപടികളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും RTOയുടെ ഭാഗത്തു നിന്നുമൊക്കെ ചില നിയമപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ചെന്ന് ചാടിയെന്ന് വരാം, അതൊക്കെ ശ്രദ്ധിക്കുക. അതുമൂലം ധനനഷ്ടവും പ്രയാസങ്ങളും ഉണ്ടാകും. യാത്രകൾ ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. ധനലാഭവും കാര്യവിജയവും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവരുടെ കൂട്ടുകെട്ടും ചില രഹസ്യ ബന്ധങ്ങളും പ്രശ്നമുണ്ടാക്കും. ജലത്തിലോ ജലയാത്രയിലോ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി അത്ര കുഴപ്പമില്ലാത്ത ആഴ്ചയാണ് ഇത്. കുടുംബവിശേഷങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിലുള്ളവരെല്ലാം ഒത്തുചേരാനും ദൈവീകമായ കാര്യങ്ങൾ മുതലായവയ്ക്കൊക്കെ പങ്കെടുക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ സ്നേഹബഹുമാനത്തോടെ ഇടപെടാനും വാക്കുകൾക്ക് വിലയുണ്ടാവാനും അവിചാരിതമായി ചിലവ് കൂടാനുള്ള സാധ്യതയും ഈ ആഴ്ചയുണ്ട്. സഹോദരങ്ങൾക്കും ഭൂമി സംബന്ധമായ കാര്യത്തിനും മാതാവിനും അത്ര നല്ല സമയമല്ല. പൊതുവെ സുഖത്തിന് ഹാനികരമായതൊന്നുമില്ല. സ്ത്രീ സുഖവും ശയനസുഖവും ഭാര്യാസുഖവും മുതലായ ഭൗതിക സുഖ സൗകര്യങ്ങൾക്കൊന്നും കുറവുണ്ടാകില്ല. പക്ഷേ യാത്രാക്ലേശവും ചില മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇടവൻ രാശിയിലേക്ക് പോകാം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ. അന്യജാതി മതസ്ഥരിൽ നിന്നും താഴ്ന്ന വിഭാഗക്കാരിൽ നിന്നും പല സഹായങ്ങളും അവരിൽ നിന്ന് ധനലാഭവും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാവാൻ അവർ കാരണമാകും. സന്താനങ്ങളുടെയും ബന്ധുക്കളുടെയും പെരുമാറ്റം സംശയത്തിന് കാരണമാകാം. അതുമൂലം ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും സഹായം കുറയും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകും. വേണ്ടത്ര ആലോചിക്കാതെയുള്ള തീരുമാനങ്ങളും പ്രവൃത്തിയും ബുദ്ധിമോശമാകാനും അതുമൂലം ധനനഷ്ടത്തിന് സാധ്യതയുണ്ടാകാനും ഇടയുള്ളതുകൊണ്ട് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഗുരുജനങ്ങളുമായും മുതിർന്നവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമാകാം. വിദ്യാഭ്യാസം, തൊഴിൽ മുതലായ രംഗത്ത് കാര്യമായ പുരോഗതിയൊന്നും പ്രതീക്ഷിക്കാനില്ല. എന്നാൽ തൊഴിൽപരമായി ചില മാറ്റങ്ങളും അത്തരത്തിൽ ചില ധനലാഭവും ഒക്കെ പ്രതീക്ഷിക്കാം. കരാർ ജോലിക്കാർക്കും ഇരുമ്പുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർക്കും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവർക്കും ഗുണമുണ്ടാകും. മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ മിഥുനൻ രാശി എന്ന് പറയുന്നത് മകയിരം 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർതത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് മിഥുനൻ. സാമ്പത്തിക നില കുഴപ്പമില്ലാതെ തുടരും. ഭാര്യയുടെ ഇഷ്ടമനുസരിച്ചും മക്കളുടെ ഇഷ്ടത്തിനും സുഖസൗകര്യത്തിനുമായി വസ്ത്രം, ഭക്ഷണം, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയ്ക്കൊക്കെ ചിലവ് വർദ്ധിക്കും. കുടുംബ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യത്തിൽ ചില പ്രയാസങ്ങളും, അതായത് സാമ്പത്തികമായ ചില പ്രയാസം, പിതാവിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യമൊക്കെ ലഭിക്കും. സഹോദര ബന്ധം അത്ര മെച്ചമായിരിക്കില്ല. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസവും അതുപോലെ കലഹവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 27-ാം തീയതി മുതൽ വ്യാഴം ഉച്ചരാശി അംശത്തിൽ വരുന്നത് കൊണ്ട് കുടുംബസുഖം, ധനലാഭം, കാര്യജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകളുമായി നല്ല ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതും കലഹത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂചന തരുന്നുണ്ട്. ഒരുപാട് ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും ചെറിയ ചെറിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ മടി കാണിക്കില്ല. അതിൽ ലാഭനഷ്ടമൊന്നും നോക്കുകയുമില്ല. മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശത്തെ, അതായത് ആരോഗ്യ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമോ ഏത് വിധത്തിലായാലും
ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത സുഖത്തിന് കുറവൊന്നും ഉണ്ടാകില്ല. വീട്ടിൽ ചില ബന്ധുക്കളുടെ അകൽച്ചയും നീരസവുമൊക്കെ സംസാര വിഷയമായി വരാം. കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോൾ പുണർതം 4-ാം പാദം, പൂയം, ആയില്യം, ഇതാണ് കർക്കിടകൻ രാശി. ഈ ആഴ്ച മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ആഴ്ചയുടെ തുടക്കം 23, 24 തീയതികൾ അത്ര മെച്ചമൊന്നുമല്ല. ആരോഗ്യ പ്രശ്നങ്ങളും ചിലരുടെ ശത്രുതാപരമായ പെരുമാറ്റവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായും കുടുംബപരമായും 27-ന് ശേഷം സഹോദര ബന്ധവും ഭൂമി സംബന്ധമായ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ മോശമായിരുന്ന സാഹചര്യത്തിന് ചെറിയ മാറ്റമുണ്ടാകും. ചൊവ്വ ജന്മരാശിയിൽ നീചനായി നിൽക്കുമ്പോൾ 27-ാം തീയതി മുതൽ കർക്കിടകത്തിൽ വ്യാഴം അംശകം ചെയ്തു വരുന്നുണ്ട്. അത് പല കാര്യത്തിലും നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ബന്ധുക്കൾ, സന്താനങ്ങൾ എന്നിവയുമായിട്ടൊക്കെ ചില കലഹങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും, വിദ്യാഭ്യാസമൊന്നും അത്ര മെച്ചമായി വരുന്ന ഒരാഴ്ചയുമല്ല. അതുപോലെ ആഗമസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം വരവിനെ സൂചിപ്പിക്കുന്നു, ലാഭത്തെ സൂചിപ്പിക്കുന്നുമാണ്. അപ്പോൾ ഈശ്വരകൃപ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. മുൻകോപം ഒഴിവാക്കി അല്പം ക്ഷമ കാണിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരവുമാകും. ഭാഗ്യാധിപൻ 11-ലുള്ളത് നല്ല ഫലം തരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് പിതാവിനും സന്താനങ്ങൾ മൂലവും പ്രയാസത്തെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ആഴ്ച സൂക്ഷിക്കണം. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകം, പൂരം, ഉത്തരം. വീട് മാറി താമസിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. വീടും സ്ഥലവും ബാധ്യതയാകുന്ന അവസരവും ഉണ്ടാകാം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാഭ്യാസ സംബന്ധമായും ജോലി സംബന്ധമായും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ബാധ്യത വരാനുള്ള ഒരു ആഴ്ചയും ഉണ്ട്. ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമൊന്നുമല്ല ഈ ആഴ്ച. ഇടയ്ക്കിടെ തൊഴിൽ തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും യാത്രയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധിപരമായ കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുരോഗതി വരും. എന്നാൽ ശാരീരിക അധ്വാനം കൂടുതൽ വേണ്ട ജോലിക്ക് അനുകൂല സമയമല്ല. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷവും സുഖ സൗകര്യങ്ങളും സന്താന ഗുണവും ബന്ധുസഹായവും സാമ്പത്തികമായി അല്പം പ്രയോജനവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണിത്. ഇനി കന്നിരാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്തരം 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണ് കന്നിക്കൂറ്. പ്രേമവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അന്യജാതി അന്യമത ബന്ധത്തിലുള്ള പ്രേമം സഫലമാകുമെന്ന് ചിന്തിക്കുന്നവർക്കും ഈ ആഴ്ച നല്ല ആഴ്ച അല്ല. എന്നാൽ സ്ത്രീകൾ മൂലം ഒരുപാട് സാമ്പത്തിക ഗുണവും കുടുംബപരമായ ഗുണങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പങ്കാളിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അല്പം ആശ്വാസം ലഭിക്കുന്ന ഒരാഴ്ചയാണ്. അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ച് കഴിയാനുള്ള സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാകും. സാമ്പത്തികമായോ തൊഴിൽപരമായോ വിദ്യാഭ്യാസ സംബന്ധമായോ കുടുംബപരമായോ ഏത് വിധത്തിലായാലും തന്നേക്കാൾ ഉയർന്ന നിലയിലുള്ള പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കും. 7-ലെ രാഹു അത് വിവാഹത്തിലെത്താനുള്ള താമസവും ഉണ്ടാകും. ധനലാഭവും ശത്രുനാശവും രോഗശാന്തിയും കാര്യജീവവും നൽകുന്ന ഇഷ്ടഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ആഴ്ചയുടെ തുടക്കം അത്ര മെച്ചമല്ലെങ്കിലും 23, 24 തീയതികൾ കുഴപ്പമില്ലാതെ. തുലാം രാശിയിലേക്ക് പോകുമ്പോൾ ചിത്തിരയുടെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്നതാണ് തുലാം രാശി. തൊഴിൽപരമായി അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല. ഉദരവ്യാധിക്ക് സാധ്യത വരാവുന്ന ആഴ്ചയാണ്. സാമ്പത്തികമായി അല്പം മെച്ചമൊക്കെ ഉണ്ടാകും. ശത്രുവായി കണ്ടിരുന്നവരുടെ സഹായം ഉണ്ടാകാനും സാധ്യതയുണ്ട്. 23, 24, 25 തീയതികൾ അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. ബുദ്ധിമോശം മൂലവും കർമ്മദോഷം മൂലവുമുള്ള ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിവാഹ സംബന്ധമായി ചിന്തിക്കുന്നവർക്കും അനുകൂല സമയമല്ല. വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തികമായ നഷ്ടം വരികയും ചെയ്യും. ദമ്പതിമാർ തമ്മിൽ പരസ്പര ശത്രുതയ്ക്ക് കാരണമുണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ളവരുമായി കലഹിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ സ്വർണം, ഭൂമി എന്നിവയെ ചൊല്ലി
പരസ്പരം കലഹിക്കാനും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യത വരും. കാര്യങ്ങൾ രമ്യമായി പറഞ്ഞു തീർക്കാനും സാമ്പത്തിക വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനുമുള്ള ശ്രമം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കുന്ന ആഴ്ചയാണ്. സ്ത്രീകളുടെ സഹായവും ധനലാഭവും മറ്റു സുഖസൗകര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയും സന്താനങ്ങളുടെ വിഷയത്തിലുള്ള മനപ്രയാസം നിലനിൽക്കുകയും ചെയ്യും. ഇനി വൃശ്ചികം രാശിയിലേക്ക് പോകുമ്പോൾ വിശാഖം 4 പാദം അനിഴം കേട്ട. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച തലമുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രായം കഴിഞ്ഞവർക്ക് കഷണ്ടി തെളിയുന്ന അവസ്ഥയൊക്കെ തുടങ്ങാം. കാലിനും ഇടുപ്പിനും ആരോഗ്യ പ്രശ്നം വരാം. അതായത് വേദനയുള്ളവർ സൂക്ഷിക്കണം. അനിഴം നാളുകാർക്കാണ് മുടി പൊഴിയാൻ കൂടുതൽ സാധ്യതയുള്ളത്. മാതാവിന് സന്താനങ്ങളെ ഓർത്ത് ചില വിഷമതകളൊക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നല്ല സമയമല്ല. സാമ്പത്തികമായും കുടുംബപരമായും മക്കളുടെ കാര്യത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ, വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനൊക്കെ ഉള്ള സഹായങ്ങളും അവസരങ്ങളുമൊക്കെ ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായവും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബന്ധം ലഭിക്കാനുള്ള അവസരവും വരും. കണ്ടകശനി നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയ സാഹചര്യത്തിൽ ഇപ്പോൾ 4-ലെ ശനിക്ക് ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി ലഭിക്കുന്നത് വീട്ടിൽ ചില വിഷമതകളും ചില അഭിപ്രായ വ്യത്യാസവും അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും വീട് പണി നടക്കുന്നവർക്ക് പ്രയാസവും ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയിലുണ്ട്. ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 1 പാദം. മക്കളുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി നല്ലൊരു തുക ചിലവാക്കി അത് മനസ്സിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ വന്നതിൻ്റെ ഒരു നിരാശ മനസ്സിലുണ്ടാകാം. 12-ാം ഭാവാധിപനായ ചൊവ്വ 5-ാം ഭാവാധിപത്യം വഹിച്ച അഷ്ടമത്തിൽ നീചത്തിൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. കുടുംബത്തിൽ സാമ്പത്തികമായ ബാധ്യത വരുമോ എന്ന ചിന്തയും അഭിപ്രായ വ്യത്യാസവും സഹോദരങ്ങളുമായുള്ള ഭിന്നതയുമൊക്കെ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 4-ാം ഭാവാധിപൻ വ്യാഴം 6-ൽ നിൽക്കുന്നത് വീട്ടിൽ ഉള്ളവർ തമ്മിൽ ഐക്യമില്ലാത്ത ഒരു സാഹചര്യവും പരസ്പരം പഴിചാരുന്ന ഒരു ഘട്ടവുമൊക്കെ എത്താം. മാതാവിന് പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നലുമൊക്കെ ഉണ്ടാകും. 4-ലെ രാഹു ദേഹസുഖം കുറയ്ക്കും. സ്വന്തം കാര്യം സാധിക്കാൻ ഏത് കുറുക്കു വഴിയും ചിലപ്പോൾ പ്രയോഗിച്ചെന്നും വരും. എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടായാലും അതൊന്നും മനസ്സിന് സുഖവും സംതൃപ്തിയും ഒന്നും നൽകുകയില്ല. ബന്ധുക്കളുമായി അത്ര നല്ല ബന്ധം പോലും വരികയില്ല. സാമ്പത്തിക വിഷയവും സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും പല കാര്യത്തിലും ലാഭമുണ്ടാകുന്ന ഒരാഴ്ചയാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തിരാടൻ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും ചേരുന്നതാണ് മകരം. പിതാവിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉദ്യോഗത്തിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഉണ്ടാകും. പ്രതീക്ഷിച്ച പല കാര്യങ്ങൾക്കും തടസ്സവും യാത്രാ ദുരിതവും ദമ്പതിമാർ തമ്മിൽ ഭിന്നതയും ഉണ്ടാകാം. സഹോദര ബന്ധം മോശമാകാം. എന്നാൽ മറ്റു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവിധ സഹായങ്ങളും ലഭിക്കുകയും വിദ്യാഭ്യാസ പുരോഗതിയും ഉണ്ടാകും. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ തിരിച്ചടികളെ നേരിടേണ്ടി കുടുംബവക സ്വത്തിനെ ചൊല്ലിയോ വീട്, വാഹനം എന്നിവയെ ചൊല്ലി സംബന്ധിച്ചോ ഉള്ള തർക്കമൊക്കെ ഉണ്ടാകാം. സന്താന ലാഭവും മക്കളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സഫലമാവുകയും കൃഷിഭൂമി, വയൽ, നാൽക്കാലികൾ എന്നിവയുടെ ഗുണമൊക്കെ ലഭിക്കും. എന്നാൽ വീടിനും അതുപോലെ വാസയോഗ്യമെന്ന് കരുതിയ വസ്തുവിനും പ്രതീക്ഷിച്ചതുപോലെ നല്ലതല്ല എന്ന ചില തോന്നലൊക്കെ വരാം. വീട് പണി തടസ്സമായി തന്നെ കിടക്കും. യാത്രകൾ ഉദ്ദേശിച്ച ഗുണമൊന്നും ചെയ്യില്ല. യാത്രാക്ലേശവും മനപ്രയാസവും സുഖസൗകര്യങ്ങൾക്കും സുഖത്തിനും ഒന്നും കുറവില്ല എന്ന് പറയുമ്പോൾ പോലും മനപ്രയാസവും യാത്രാക്ലേശവും സാമ്പത്തികമായ വിഷയത്തിലും വാക്കുപാലിക്കാൻ പറ്റാത്ത കാര്യത്തിലും സമീപവാസികൾ നീരസമൊക്കെ കാണിക്കും. കുടുംബച്ചിലവ് വർദ്ധിക്കും. അപ്പോൾ ഒരു തരത്തിൽ എന്തെല്ലാം ഉണ്ടായാലും മനസ്സിനൊരു സുഖം തോന്നാത്ത അവസ്ഥയും സാമ്പത്തികമായ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനത്ര സുഖമോ അല്ലെങ്കിൽ സന്തോഷമോ ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം വരാം. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം 3, 4 പാദങ്ങളും ചതയം
പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്നതാണ് കുംഭൻ രാശി. ഏത് കാര്യം തുടങ്ങിയാലും വിജയിക്കും. തൊഴിൽപരമായും കർമ്മരംഗത്തും നേട്ടമുണ്ടാകും. സാമ്പത്തികമായ നേട്ടവും അതുപോലെ ചിലവും ഉണ്ടാകും. വീട്ടിലെ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആഡംബര സാധനങ്ങൾ വാങ്ങാനും വീട് മൂട് പിടിപ്പിക്കാനും വീട് പണി പൂർത്തീകരിക്കാനും ഗൃഹപ്രവേശം നടത്താനും നല്ല വാഹനങ്ങൾ വാങ്ങാനും അതുപോലെ നല്ല വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കാനും അവസരമുണ്ടാകും. തീർത്ഥയാത്രകൾ, മംഗളകർമ്മങ്ങൾ മുതലായ വീട്ടിൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായി അല്പം മെച്ചമൊക്കെ വരുന്ന ആഴ്ചയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവയുടെ സഹായമൊക്കെ ലഭിക്കും. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരും. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനാവാത്തതിനാൽ പലർക്കും നീരസവും ശത്രുതയും വരും. അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. മീനൻ രാശിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ മീനൻ രാശി പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. പ്രഷർ, ഉദരരോഗം, വാദസംബന്ധമായ പ്രശ്നങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം. പിതൃജനങ്ങൾക്കും ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നല്ല കാര്യമല്ല. പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ, വൃദ്ധജനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മോശമായി കാണുകയാണെങ്കിൽ അത് രൂക്ഷമാകാതെ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറഞ്ഞത്. സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സിൽ വളരെ പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. ഒരുതരം ശത്രുതാ മനോഭാവം പോലെ പെരുമാറ്റത്തിൽ തോന്നും. സാമ്പത്തികമായി വലിയ മേന്മയൊന്നും ഈ ആഴ്ച ഉണ്ടാകത്തില്ല. സഹോദരങ്ങളുമായി അകലം പാലിക്കും. കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമൊന്നും ഉണ്ടാകില്ല. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളുമായി കലഹത്തിനും അതുപോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപവാദത്തിനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പൊതുവെ മീനൻ രാശിക്കാർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ചിലർ പറയും വ്യാഴത്തിൻ്റെ വക്രഗതിയൊക്കെ ഉണ്ടല്ലോ, എന്നാലും മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരുപാട് ഗുണമൊന്നും ചെയ്യാനുള്ള സാധ്യത കുറവാണ്.